ഗൗരിക്കുട്ടി ഒന്ന് ചിരിച്ചേ കാണട്ടെ. വെള്ളയും വെള്ളയൊക്കെ ഇട്ട് വന്ന് പ്രേതപ്പാട്ടൊക്കെ പാടി ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചേക്കാണ്. ആണോ വിവേകേട്ടാ? കഴിഞ്ഞ എപ്പിസോഡിൽ വന്നപ്പോൾ നല്ല ചുമന്ന ഉടുപ്പൊക്കെ ഇട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് വന്ന് നല്ല ഇപ്പോഴും ഭയങ്കര ക്യൂട്ടാണ്. ആ ഉടുപ്പിന്റെ കളർ മാറി 2 പ്രാവശ്യം വാഷ് ചെയ്തതാണെന്ന് തോന്നുന്നു. കളറൊക്കെ മാറി വെളുത്ത് പ്രേതപ്പാട്ടാണ് പാടിയത്. നമുക്കൊരു ഫീൽ കിട്ടിയില്ല. ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് നിന്ന് ഭയങ്കര നമുക്ക് ആ ഒരു ഫീൽ ഒന്നും കിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ആ ഓർക്കസ്ട്ര വായിക്കുന്ന ചേട്ടൻ ആ ഒരു ഫീൽ വരുമ്പോഴാണ് നമുക്ക് പ്രേതപ്പാട്ട് എന്നുള്ള ഫീലിലോട്ട് വീണ്ടും നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷെ ഇന്ന് ചിരിക്കാത്ത പാടിയ പ്രേതപ്പാട്ടായോണ്ടാണോ? പ്രേതപ്പാട്ടിന്റെ ആണോ? നന്നായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഡ്രസ്സും കൊള്ളാം, ഷൂസ്, പിന്നെ തലയിൽ വെച്ചിങ്ങനെ ബോയിലുള്ള ഫ്ലവർ എല്ലാം അടിപൊളി. അമ്മു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ ടെൻഷൻ അമ്മയുടെ മുഖത്തായിരുന്നു. അമ്മയാണ് പഠിപ്പിച്ചു തന്നെ. എത്ര പ്രാവശ്യം പാടി വീട്ടിലെ പാട്ട്? ഒരു പ്രാവശ്യം പാടി. കുറെ പ്രാവശ്യം. അതെ, ഒരു ഒറ്റ കാര്യം ചോദിച്ചാൽ ഇത് ഓർക്കസ്ട്രയുടെ കൂടെ ആദ്യമായിട്ടാണ് പാടുന്നത്? ഇതിനു മുമ്പ് കുറെ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. ഒരു 10-15 വർഷമായിട്ട് പാടുന്നതാണ് ഈ പാട്ട്. എന്താ പറയണ? കൊച്ചിന് 15 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. എന്താ പറയുന്നേ? അത് മനസ്സിലാക്കാനുള്ള ഒരു ദുരന്തമാണല്ലോ ഈശ്വര. അല്ല, ഞാൻ വിചാരിച്ചു കൊച്ചു 10-15 വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. സൗഭാഗ്യേച്ചി പറയൂ. പെട്ടെന്നൊരു റെസ്പെക്ട്. എന്താ പറ്റി മോളെ? അല്ല, വിവേകേട്ടനെ മാത്രം ഏട്ടാന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട്. മോളെ നല്ലതായിരുന്നു കേട്ടോ പാട്ട്. ഒത്തിരി ഇഷ്ടമായി. നോർമൽ ബീറ്റ്സുള്ള സോങ് പാടാനേ ഓരോ ആൾക്കാർ പാടുപെടും. 1 2 3 4 ആ കൗണ്ട് തന്നെ പാടാണ്. അപ്പം അതിൽ മോൾ 1 2 3 1 2 3 ആ കൗണ്ടിൽ ഒട്ടും ബീറ്റ്സ് ഒക്കെ മിസ് ചെയ്യാണ്ട് പാടിയത് ഈ കുഞ്ഞു പ്രായത്തിൽ മിടുക്കിയാണ് കേട്ടോ. മിടുക്കി. ആ താളം മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് ഒരു കഴിവ്. അത് മോൾ നല്ലോണം അത് മെയിൻറ്റെയിൻ ചെയ്തത്. അതുപോലെ കാലിൽ മറ്റേ സിംഗിൾ ബീറ്റ് ഇട്ടുകൊണ്ടാണ് ഇത് ഫുൾ പാടിയത്. യൂഷ്വലി എല്ലാവരും ഈ പാട്ട് കേൾക്കുമ്പോൾ 1 2 1 2 എന്നാണ് ക്ലാപ്പ് ചെയ്യുന്നത്. പക്ഷെ മോൾ സിംഗിൾ ബീറ്റ് ഇട്ടാണ് പാടുന്നത്. എന്നിട്ട് കൂടി ആ താളം തെറ്റാണ്ട് പാടി. ബ്രില്യൻറ്റ് മോളെ, കിടിലം. അതെ, എനിക്കൊരു ഒറ്റ കാര്യം കൂടെ ഉണ്ട്. ഈ പാട്ട് പഠിപ്പിച്ചത് ആരാണ്? അമ്മ. ഒരു 4 വരി ഈ പാട്ടൊന്ന് പാടുന്നു ഭയങ്കര പാടൂലേ? പിന്നെ എങ്ങനെ മോൾ ഇത്തിരി നന്നായിട്ട് പാടിയത്? ഞാൻ വേർഡ്സ് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ബാക്കി റെക്കോർഡിംഗ് കേട്ട് അവൾ തന്നെ പഠിക്കുക. ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇങ്ങനെ പാടി പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞല്ലോ. കൊച്ചിനെ നോക്കി പേടിപ്പിക്കാണോ വീട്ടിലോട്ട്? ജസ്റ്റ് 4 വരി. ആതിരേ തിരുവാതിരേ ആകാശദുർഗങ്ങൾ കരികേ ആവർണ്ണ തീരങ്ങൾ കരികേ ആർക്കു വേണ്ടി വിടർന്നോ നീ വിടർന്നോ നീ. പാടില്ല എന്ന് പറഞ്ഞത്
നന്നായി പാടി അല്ലേ? ആ അമ്മ പാടിയപ്പോ മോള് ചിരിച്ചേട്ടാ, ഈ പല്ലിന്റെ കാര്യം ഓർത്തില്ല. എന്തായാലും അനൂപ് ചേട്ടാ സൂപ്പർ, അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ മോളെ പാട്ട് പഠിപ്പിക്കുന്ന ആ ഒരു സ്കൂളിലെ സാറ് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. RLV രാജു സാർ. RLV രാജു സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ബിഗ് ഹായ്. ഓക്കെ, എന്തായാലും ഗൗരിക്കുട്ടി അടുത്ത തവണ ഇതിൽ നിന്ന് വെറൈറ്റി പാട്ടൊക്കെ ആയിട്ട് വരണം. റെഡ് ആയിരുന്നു, വൈറ്റ് ആയി, ഇനി അടുത്തത് നമുക്ക് ഏത് കളറാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്.